വാർത്തകൾ വിശദമായി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പ്രദേശത്ത് ആനയുടെ ആക്രമണത്തിൽ രാവിലെ യുവതി കൊല്ലപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രദേശത്തെ ആളുകളൊക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നൊരു ആവശ്യമാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ വലിയ പ്രതിഷേധമാണ് രാവിലെ മുതൽ ഈ നാട്ടുകാർ ആരംഭിച്ചത്. ബോഡി മൃതദേഹം വിട്ടു നൽകില്ലെന്ന് ആദ്യം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പിന്നീട് ഈ ഉന്നത നേതാക്കന്മാരടക്കം വന്ന് ചർച്ച നടത്തിയ ശേഷമാണ് ഇപ്പോൾ ബോഡി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും ഈ ഇടുക്കി DFO അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി സംസാരിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം എല്ലാ തവണയും ഉണ്ടാകുന്ന പോലെയല്ല. ഇത്തവണ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല. അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം, ഈ ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം, കുട്ടിയുടെ പഠനം ഏറ്റെടുക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാട്ടാന പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ പ്രതിഷേധം ഉയരുമ്പോൾ തന്നെ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതും വലിയ പ്രതിഷേധത്തിനിട പറ്റിയിരുന്നു. ചിന്നക്കനാൽ മേഖലയിൽ നിന്ന് സിംഗുകണ്ട പോകുന്ന വഴിക്ക് തന്നെയാണ് കാട്ടാനക്കൂട്ടം വീണ്ടും ഇറങ്ങിയത്. ഈ വനവകുപ്പ് സ്ഥലത്തെത്തി കാട്ടാനയെ തുരത്താനുള്ള നടപടി സ്വീകരിക്കുന്നത്. ഈ കാട്ടാനയെ കൃത്യമായി 301 കോടി കടത്തി വേണം ഈ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ. കാരണം അവിടെയും ജനവാസ മേഖലയിലുണ്ട്. അത്തരത്തിൽ വനവകുപ്പ് ഈ കാട്ടാനയെ തുരത്തുമ്പോൾ വീണ്ടും ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തി വീണ്ടും എന്തെങ്കിലും ഒരു ആക്രമണ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതിഷേധത്തിനിടയാകും. അതുകൊണ്ട് തന്നെയാണ് വനവകുപ്പ് കൃത്യമായി തന്നെ ഈ കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി അടക്കമുള്ള സ്ഥലത്തുണ്ട്. ഏതായാലും DFO അടക്കമുള്ള ആളുകൾ ഇനി ഈ സ്ഥലത്തെത്തി ഇവിടെയുള്ള ഈ നാട്ടുകാരെ ചർച്ച നടത്തണം. കുടുംബക്കാരുമായി ചർച്ച നടത്തിയ ശേഷം ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം നൽകണം. കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഇത്തരമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമായിരിക്കും മൃതദേഹം ഏറ്റെടുക്കുക. ഇത്തരം കാര്യങ്ങളിൽ ഉറപ്പ് തന്നെ എന്ന് തന്നെയാണ് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഒരു കാട്ടാന കലി ഇനിയൊരു ജീവൻ പൊലിയാൻ ഇടയാകരുത് എന്നുള്ള ആവശ്യമെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങാനുള്ള സജ്ജീകരണങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യം വേണ്ട വിധം ഈ കാട്ടാനകളെ തുരത്താനുള്ള ഉപകരണങ്ങൾ കൊടുക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇനി ഏതായാലും DFO അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി ചർച്ച നടത്തിയ ശേഷം മാത്രമായിരിക്കും ഈ ചർച്ചയിൽ വിജയം കണ്ട ശേഷമായിരിക്കും ആളുകൾ ഈ മൃതദേഹം ഏറ്റുപോകുക, അല്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികളും ഈ ബന്ധുക്കളും ഉള്ളത്. ശരി, വ്യക്തമാണ്. എന്തായാലും കാട്ടാനെ തുരത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.